കാര്യം കാണിച്ചു തരാവേ. ചുറ്റും കൃഷിയാണ്. പാലക്കാട് ജില്ലകളിൽ മാത്രം കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ പാലക്കാട് ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കൃഷിയാണ് ഇപ്പോൾ നെൽകൃഷിയായി. അത്രയ്ക്കും ഭംഗിയാണ് പാലക്കാടൻ ഗ്രാമങ്ങളും ഇവിടുത്തെ കാഴ്ചകളും. ഇടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പുതിയ തലമുറയൊന്നും ഇതിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷേ ഇവിടെ എന്നിരുന്നാലും കൂടി അത്യാവശ്യം നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പാടത്ത് പണി, കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഉണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറവാണ്. അതൊക്കെ കൊണ്ടാണ് അന്യം നിന്ന് പോയത്. ഇപ്പോൾ പുതിയ ആൾക്കാരൊന്നും ഇതിലേക്ക് വരുന്നില്ലല്ലോ. പഴയ പണ്ടത്തെ ആൾക്കാർ പറ്റുള്ളൂ ഇറങ്ങി നടക്കാനും. അല്ലെങ്കിൽ പുതിയ ഞാറൊക്കെ ചോട്ടി ഒക്കെ കേട് വരുന്നു. അറിയില്ല. അതെ അതെ. പുതിയ ടെക്നോളജികൾ, വളം ഇടാനുള്ള ടെക്നോളജികളൊന്നും വളത്തിനൊന്നുമില്ല. ഇനി സ്പ്രേ ചെയ്യണം, അതും ആള് വേണ്ടേ. പക്ഷെ നടിയിൽ മെഷീനും നടിയിൽ ഞാറ്റടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും സക്സസ് ആവില്ല. എന്താ വെച്ചാൽ വളരെ മറ്റ് സ്റ്റേറ്റുകളിലാണ് നടക്കും ഒരേമാതിരി കൃഷിയാണെങ്കിൽ. ഇത് മുഴുവൻ വെള്ളടി കൃഷിയാണ്. അതുകൊണ്ടിപ്പോ എത്തുന്നവരൊക്കെ ഇങ്ങനെ എത്തിയിട്ട് പോകും. ഇതൊക്കെ ചില്ലറ കൃഷിക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ പാലക്കാട് വന്നാൽ തന്നെ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. കൊല്ലം കൂടെ കൃഷി കിഴക്കിട്ട് പറഞ്ഞാൽ ഒക്കെ വലിയ കൃഷിക്കാരാണ്. കുഴമ്പം തന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് അവര് 10-30 ഏക്കർ ചുരുങ്ങിയതുള്ളവരൊക്കെയാണ്. പൂന്തീറ്റേ ക്ഷീണിച്ചല്ലോ അല്ലേ? അയ്യേ, ഏട്ടാ ക്ഷീണമൊന്നും ഇല്ലാന്നാട്ടോ പറയണത്. ഞാനിപ്പോ 1-ാം തീയതി വേണ്ട, 2-ാം തീയതി വല്ല മൂപ്പിലേക്ക് ഇറക്കാൻ വേണ്ട. ശരി.